ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ അവസ്ഥ പറയാനാവും. എന്തുകൊണ്ടാ വെച്ചാൽ അമ്മക്കിപ്പം സുഖമില്ലാണ്ട് ഞാനിപ്പോൾ 8-9 മാസമായി ഞാനിവിടെ കൂട്ടിക്കൊണ്ട് ഞാൻ ഈ കാലും കൊണ്ട് ഈ നടുവിന് ഓപ്പറേഷൻ കഴിഞ്ഞ കാരണം അമ്മേനെ ബെരുപ്പും കൊണ്ട് കൂട്ടിയതാണ്. ആ കൂട്ടിയിട്ടും ഞാൻ പിന്നെ ഇതുവരെ ഒരാളെ കഷ്ടപ്പെടുത്തില്ല. പിന്നെ എൻ്റെ മോള് വന്നിട്ട് കുറച്ച് കാലം അമ്മ കിടപ്പിലായാലും അമ്മ പോയി വന്നിട്ട് 1-1.5 മാസം 2 മാസത്തോളം എൻ്റെ മോള് വന്ന് നോക്കിയിട്ട് പോയിന്. പിന്നെ ഞാൻ തന്നെ എങ്ങനെയെങ്കിലും ആവട്ടെ വെച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ച് ഇപ്പോൾ നോക്കുമ്പോൾ മുട്ടിൻ്റെ നല്ലപോലെ വേദന എടുക്കുന്നുണ്ട്. മുട്ടിൻ്റെ മാത്രമല്ല ഇനി മേലോളം എത്തിപ്പോയി. ഇതിപ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് എല്ല് ചുരുങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഡോക്ടർ. ഞാൻ പോയി കാണിച്ചു തരാം. നടക്കാൻ ഒറ്റപ്പടി പറ്റുന്നില്ല. കാല് മറ്റു മുട്ട് വരെ ഉള്ളെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും കുഞ്ഞി നടക്കും. അത് നടന്ന് കിടന്നായിട്ടാണ് മേലോട്ട് എത്തിപ്പോയത്. കാല് വളഞ്ഞതുകൊണ്ട് ഈ എല്ല് കുറച്ച് താഴ്വരം പിന്നെ ഇതായിട്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. എല്ല് ചുരുങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളൂ. ഞാൻ എന്നിട്ട് അമ്മേനെ ഇപ്പം നോക്കാൻ ആരും ആളില്ല. എവിടെയും അമ്മേനെ നോക്കേണ്ടതെന്ന് കൊണ്ടാക്കണം. അമ്മേനെ ഇപ്പം വൃദ്ധാശ്രമത്തിൽ നിന്ന് കൊണ്ടാക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇനിയിപ്പം എൻ്റെ മോക്കാണെങ്കിൽ ഇപ്പം ഓള് നോക്കാൻ ഓൾക്ക് ജോലിക്ക് പോകേണ്ടതാണ്. ഓൾ ജോലിക്ക് പോയി വന്നാലും ഓൾ എങ്ങനെയെങ്കിലും നോക്കാമെന്ന് വെച്ചാൽ ഓൾക്കിപ്പം ജൂൺ 17 ഒരു പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞു. ആ പരീക്ഷ കഴിഞ്ഞിട്ട് വേണം ഓൾ പോകുക അമ്മയെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. നോക്കുമ്പോൾ അതൊന്നും അവിടെ വരെ എനിക്ക് എത്തും തോന്നുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഞാനിപ്പോൾ ഒരു ഹോം നേഴ്സിനും എന്തെങ്കിലും ആക്കിയിട്ടെങ്കിൽ അമ്മ ഇപ്പം വൃദ്ധസ്ഥാനത്തിൽ നിന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെയെങ്കിലും തൽക്കാലം 1-2 മാസത്തേക്ക് കൊണ്ടാക്കി അമ്മക്ക് അതിനൊരു കൂടി താല്പര്യമില്ല. അമ്മക്ക് ഇവിടുന്ന് പോകാനൊരു താല്പര്യമില്ല എന്നൊരു കാര്യമില്ല. അന്നേരം പിന്നെ ഞാൻ എങ്ങനെയാണ് കൊണ്ടാക്കുക? അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതും കൂടെ നീട്ടി പോകുന്നത്. 2 മാസം എത്തുമോ എന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോൾ എനിക്ക് 2 മാസം തീരെ എത്താൻ സമയമില്ല. എങ്ങനെയായാലും പിന്നെ എനിക്കിപ്പോൾ ഈ മാസം കഴിയുമ്പോൾ തന്നെ എനിക്കിപ്പോൾ പോകണം. എൻ്റെ കൂടെ ഒരാൾ വേണ്ടേ? എൻ്റെ കൂടെ വേണം, അമ്മക്കും ഒരാൾ വേണം. അതുകൊണ്ട് ഇപ്പോൾ ആസ്പത്രിയിൽ നിൽക്കണമെങ്കിൽ അതിനും ആൾ വേണമല്ലോ. അതുകൊണ്ട് ഞാനിപ്പം ആകെ വിഷമത്തിലായിട്ടാണ് ഉള്ളത്. എന്തെന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. എല്ലാം എൻ്റെ മക്കളെ ഭാര്യമാരാണെങ്കിൽ അവരും 2 ജോലിക്ക് പോകുന്നവരാണ്. അവർക്കും വരാൻ പറ്റില്ല. പിന്നെ അങ്ങനെയുള്ളൊരു ഓരോരോ വിഷമത്തിലാണ് ഉള്ളത്. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാനിപ്പം അമ്മേനിപ്പോൾ എന്താ വേണ്ടതെന്നല്ല, ഞാനൊരു ഹോം നേഴ്സിനെ അന്വേഷിക്കുന്നുണ്ട്. ഒരു ഹോം നേഴ്സിനെ കിട്ടിയിട്ട് വേണം അമ്മേനെ അടുത്ത് ആക്കിയിട്ട് വേണം എനിക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇപ്പോൾ അമ്മക്ക് 4 മക്കളാവുള്ളൂ. 4 മക്കളിൽ 2 മക്കൾ മരിച്ചു. ഒരാൾ 10-22 കൊല്ലമായി ഒരാൾ മരിച്ചിട്ട്. 24 കൊല്ലത്തോളമായി ഒരാൾ മരിച്ചിട്ട്. പിന്നെ ഒരാളിപ്പം മരിച്ചിട്ട് 11 മാസമേ ആയുള്ളൂ. ഓനുണ്ടെങ്കിൽ എങ്ങനെയും സഹായിക്കുമായിരുന്നു. ഓനുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും നോക്കിയിട്ട് സഹായിക്കുമായിരുന്നു. ഓനാണ് കിടക്കുന്ന ദിവസം സഹായിക്കുന്നത്. ഓനോ സഹായിക്കുമായിരുന്നു. ഇപ്പം ഏട്ടനായിപ്പോളൂ. ഏട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ വിചാരിച്ചാലൊന്നും നടക്കില്ല. അറിയാം, ഏട്ടനും മുട്ടുവേദനയെല്ലാം ഉണ്ട്. എന്നാലും പിന്നെ പെണ്ണുങ്ങൾ വിചാരിക്കാനും നടക്കില്ല. ഇപ്പം അവരെ വീട്ടിൽ ഏട്ടൻ്റെ ഭാര്യ വീട്ടിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് ഭാര്യ വീട്ടിൽ അവരെ ഇഷ്ടം കൂടാണ്ട് അങ്ങ് കൂട്ടിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇവിടെ വന്ന് നോക്കാൻ വെച്ചാൽ അതും ഏട്ടനെ കൊണ്ടാവില്ല. അമ്മയെ നോക്കാനൊന്നും ഏട്ടനെ കൊണ്ടാവില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇന്നലെ അവരോട് ചോദിച്ചു, നിങ്ങൾ തൽക്കാലം ഒന്നുമില്ല കുറച്ച് 1 മാസം നോക്ക്. എൻ്റെ മോള് അത് കഴിഞ്ഞാൽ എൻ്റെ മോൾ നോക്കിക്കോളൂ. 2-3 മാസം ഇല്ലാണ്ട് എന്തായാലും എനിക്ക് കാലിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അമ്മേനെ നോക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ഇല്ല, ആരുമില്ല. ഞാനിപ്പോൾ ഒരു ഹോം നേഴ്സിനെ കിട്ടുമോ നോക്കിയിട്ട് എങ്ങനെയെങ്കിലും ഈ മാസം കഴിയുമ്പോൾ എനിക്ക് ആശുപത്രിയിൽ പോകണം എന്നുള്ളത്. പക്ഷെ അതുവരെ അമ്മക്കിപ്പം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഒരാൾ വന്ന് അവരൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഈ മക്കളായാലും ഒക്കെ വന്ന് തിരിഞ്ഞ് നോക്കിയിട്ടൊന്നുമില്ല. അമ്മേനൊന്ന് കണ്ടിട്ട് പോകില്ലേ. അങ്ങനെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അമ്മ രാവിലെ 3 മണിക്ക് അമ്മ എണീറ്റതാണ്. 3 മണിക്ക് എണീറ്റ് നമുക്ക് കക്കൂസെല്ലാം പോയി ഇരുന്ന് അത് മുതൽ അമ്മ ഒരേ വിളി തുടങ്ങും. വിളി എന്നല്ല, കാളലും വിളിയും പോലെ കാളും പോലെയാണ് വിളിക്കുകയും ചെയ്യുക. കൂക്കലും വിളിയാക്കലാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിന്നെ എന്താ ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ എണീറ്റ് ചായ അവിടെ കൊണ്ടു കൊടുത്തു. ഇപ്പം രാവിലെ അന്നത്രേ ചായയും കുറച്ച് ബേക്കറിയും എടുത്തിട്ട് അവിടെ കൊടുക്കും. അതെപ്പോൾ ഞാൻ സ്റ്റോക്ക് വെക്കും. എന്നാൽ ഏത് സമയത്ത് പറയുമ്പോൾ വേഗം എന്തെങ്കിലും എടുത്ത് കൊടുക്കാമല്ലോ. അങ്ങനെയാണ് ചെയ്യൽ. അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെയുള്ളൂ. അമ്മേനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും തിരിയുന്നില്ല. ഞാൻ എന്താ വേണ്ടതെന്ന്. ഒരു ഹോം നേഴ്സിനെ ആക്കാച്ച 2-3 മാസത്തേക്ക് എങ്ങനെയെങ്കിലും ഒരു ഹോം നേഴ്സിനെ ആക്കാം. എൻ്റെത് മാറിക്കഴിഞ്ഞിട്ട് എൻ്റെ ഇപ്പം കാലിൻ്റെ അധികം ആയതുകൊണ്ട് ഇപ്പം വെച്ചാൽ തന്നെ നടക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ കാര്യം ചെയ്ത് കഴിഞ്ഞ് ചെയ്യുന്ന ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് വേറെ ഡോക്ടറെ കൊണ്ട് കാണിച്ചിനി. എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യാൻ നോക്കുമെന്നാണ് പറഞ്ഞ് ഞാൻ മിനിഞ്ഞാന്ന് കാണിച്ചപ്പോൾ. അതുകൊണ്ട് ഇപ്പം ഞാനിപ്പോൾ എന്താ വേണ്ടതെന്ന് അറിയില്ല. ഞാനിപ്പോൾ പിന്നെ അമ്മേനിപ്പം ഒരു ഹോം നേഴ്സിനെ എടുക്കുമ്പോൾ അന്വേഷിക്കുന്നുണ്ട് ഞാൻ. നല്ലൊരു ഹോം നേഴ്സിനെ കിട്ടണ്ടേ. അമ്മക്ക് എല്ലാവരും ഒന്നും പറ്റുകയില്ല. എല്ലാവർക്കും ചെറിയ പിള്ളമാർക്കൊന്നും ആണെങ്കിൽ അമ്മേനൊന്നും നോക്കാൻ നിൽക്കില്ല. അന്നേരം അമ്മേൻ്റെ ദേഷ്യവും കോപമല്ല. കുറച്ച് ക്ഷമയും എല്ലാം ഉള്ള പിന്നെ ഹോം നേഴ്സ് തന്നെ വേണം. എന്നാലും മാത്രമേ അമ്മേനെ നോക്കാൻ പറ്റുള്ളൂ. അമ്മ വയലൻ്റ് ആയാൽ പിന്നെ രക്ഷ കിട്ടില്ല. അങ്ങനെയുണ്ട്. ഓരോരുത്തർക്ക് വയലൻ്റായി പോകും. വയലൻ്റ് ആയപ്പോൾ രക്ഷ തല്ലുകയും ചെയ്യും, കുത്തുകയും ചെയ്യും, എല്ലാം ചെയ്യും. ആ സമയത്ത് ഇന്നതെല്ലാം കാട്ടിക്കൂട്ടുന്നൊന്നും പറയാൻ കഴിയില്ല. ചില സമയത്ത് ഭയങ്കര വയലൻ്റായി പോകും. അതുകൊണ്ടെന്ന് വെച്ചാൽ പിന്നെ
എങ്ങനെയെങ്കിലും ഒരു ഹോം നേഴ്സിനെ കിട്ടണമെന്നുള്ളൊരു ആഗ്രഹമാണ്. ഞാനിത് ഇന്നലെ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരാഴ്ച ഞാൻ ആസ്പത്രിയിൽ പോയിട്ട് വരുന്നവരെ നിങ്ങൾ നോക്കും. അതിന് അപ്പോൾ അന്നേരം പറഞ്ഞാൽ അവർക്ക് സുഖമില്ല, അമ്മക്ക് മറ്റേ സുഖമില്ല, അവർ നോക്കാൻ പറ്റില്ല, ആവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയുള്ളൂ, ഞാൻ എന്താ ഇനി അമ്മയെ ചെയ്യേണ്ടതെന്ന് എനിക്ക് തിരിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളോടൊന്നും എന്നാലും നാളെ എന്തെങ്കിലും ഒരാൾ അറിയണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഉള്ളത്. എനിക്കാണെങ്കിൽ ഒറ്റപ്പൊടി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാവുകയും ചെയ്തു. ഇത്രവരെ ഞാൻ എങ്ങനെയല്ലോ കൂടി ഉടന്ന് ഞാൻ അങ്ങനെ കൊണ്ടുപോയി. ഇനിയിപ്പോൾ എനിക്ക് ഒറ്റപ്പൊടി കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയിലല്ല. എനിക്കിപ്പോൾ അതുകൊണ്ട് ഒരു ഹോം നേഴ്സിനെ എന്തായാലും ഒരു നല്ലൊരു ഹോം നേഴ്സിനെ കിട്ടാണ്ട് കഴിയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പിന്നെ മറ്റേ അമ്മേനെ കൊണ്ട് വിഷമമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ അവിടെ അടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ചില സമയത്തുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അതിപ്പം ഇല്ല, അമ്മക്ക് വെച്ചാൽ സ്ഥിരമായിട്ട് ഒരാൾ വർത്താനം പറയാൻ ഇരിക്കണം. അങ്ങനെ ഇപ്പം എന്നെ കൊണ്ട് വർത്താനം പറയാൻ ഇരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്താ വെച്ചാൽ എനിക്കതൊന്നുമല്ല, ഈ മക്കളുമാരുണ്ടായിട്ട് കാര്യമില്ല. മക്കളുണ്ടായാലും ഒന്നുമില്ലെങ്കിൽ പിന്നെ ഏട്ടൻ നിങ്ങൾ വരാത്തത് പിന്നെ ഫെബ്രുവരിയിൽ വന്നതാണ്. അതിന് ശേഷം ഇത്തിരി അടുത്താണ്. ഇത്രയും കാലമായിട്ട് ഒരിക്കൽ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഒരിക്കൽ വാവെന്ന് പറഞ്ഞാലും വരാൻ സമയമില്ല. നാളെ എൻ്റെ പശുവുണ്ട്, മറ്റേത് മറിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത്ര പോലും ഒരിക്കൽ വന്നിട്ട് ഒരു അമ്മേനെ കണ്ടിട്ട് ഒരു ആശ്വസിപ്പിച്ചിട്ട് പോവുക. എന്നാൽ കുറച്ച് സമയം അങ്ങനെ ഉണ്ടാവില്ല. ഒരു മക്കളെ കാണാനുള്ള ആഗ്രഹമെല്ലാം അമ്മക്കും ഉണ്ടാവില്ലേ? അത് ഈ മക്കൾ ചെയ്തു കൊടുക്കുന്നില്ല. എന്തായാലും നമ്മളെല്ലാം അമ്മയില്ല സമയത്ത് അമ്മക്ക് കഴിയുന്ന സമയത്ത് തന്നെ നമ്മളെല്ലാം അമ്മയെ കാണാൻ ഒരാഴ്ച എത്തുന്നിടക്ക് അമ്മേനെ പോയി കണ്ടിട്ട് വരും. ഏത് സമയത്തും പോയി അമ്മേനെ കണ്ടിട്ട് ഇങ്ങ് വരും. അങ്ങനെ വരുന്നതാണ്. ഇത് ഇവിടെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇവർക്കെന്ന് വെച്ചാൽ അമ്മേനെ കാണണമെന്നോ അങ്ങനെയുള്ളൊരു ചിന്തയൊന്നുമില്ല. അതാണ് ഒന്നാമത്തേത്. പിന്നെ ഞാൻ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഒന്നുമില്ല, ഇടയ്ക്ക് വന്നിട്ട് ഒരിക്കൽ അമ്മേനെ കണ്ടിട്ട് പോകും. മക്കളായാലും ആരായാലും വന്നിട്ട് കണ്ടിട്ട് പോകും. എന്നാൽ അത്ര ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് പറയും. എൻ്റെ മോനിപ്പം എന്ന് വെച്ചാൽ ദിവസവും വരും. എൻ്റെ ഇളയ മോനിപ്പം ദിവസവും വരും. ഇപ്പോൾ ഒരു ദിവസം ചെയ്യാതെ വരുന്നുണ്ട്. പിന്നെ വരുകയും ചെയ്യും, നോക്കിയിട്ട് പോകും. അത് ഒരു ആശ്വാസമുള്ളൂ. വേറെ ആരുമില്ല. അത് അമ്മേനെയും പോയി നോക്കും. അമ്മയോടും കൂടെ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിട്ട് അങ്ങ് പോകും. അത്ര പോലും ഈ സ്വന്തം എൻ്റെ അമ്മേൻ്റെ സ്വന്തം മക്കൾക്ക് വരേണ്ട കൂട്ടം കൂടിയില്ല. എന്താ ഏട്ടൻ ഒരാളില്ലെങ്കിൽ ഓനല്ലേ ഇന്ന് തലമൂത്തത്, ഏട്ടനല്ലേ വന്നിട്ട് നമുക്കെല്ലാം ചെയ്തു തരുന്നത്, നമ്മളെ നന്നാക്കി കൊണ്ടുവരുന്ന കൂടി എൻ്റെ ഏട്ടൻ തന്നെയല്ലേ. ഏട്ടനായാലും വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ഒരിക്കലും എടുക്കില്ല. എന്നിട്ട് ഞാൻ ഇന്നലെ 2-3 സ്ഥലത്ത് മോൻ്റെ ഭാര്യ പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത്, മറ്റോള് വീട്ടിലായില്ലെന്ന്. അമ്മക്ക് നടുവേദനയാണ്, അതുകൊണ്ട് അമ്മക്ക് സുഖമില്ല, അമ്മക്ക് നടുവേദന കൈവേദനയാണ്, അതുകൊണ്ട് അമ്മക്ക് നോക്കാനാവില്ല എന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ. അപ്പോൾ ഞാൻ ഫോൺ വിളിച്ചിട്ട് ചോദിക്കാം. അതിനിടയ്ക്ക് ഒരു ദിവസം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഒരു മാസം ഒന്ന് നോക്ക്. ഞാൻ ഏട്ടൻ്റെ മോനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങ് വിളിച്ചിട്ട് ഇങ്ങ് ഭാഗം നട്ടു. ഓനോട് ഞാൻ പറഞ്ഞു, ഓനോട് വന്നേരം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു മാസം നോക്കടാ. അന്നേരം ഓനൊന്നും പറഞ്ഞിട്ടില്ല. ഓൻ നോക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ ഒന്നും ഓൻ പറഞ്ഞിട്ടില്ല. ഓനങ്ങ് പോയി. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇങ്ങനെ ആയാലും ഞാൻ എന്താ ചെയ്യാന്നുള്ളത് അറിയാനാണ്. നാളെ പിറ്റേന്ന് അവർ പറയുമോ, നമ്മളോടൊരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളൊരു പറയും. അതിനൊരു ലക്ഷ്യം വേണ്ടേ? അതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യാറ്. ഒരാളായാലും ഒരു വയസ്സായ ആളെ ഒന്നും വേണ്ട, നോക്കാൻ കഴിയില്ലെങ്കിൽ വന്നിട്ട് ഒരാഴ്ചക്ക് ഒരു ദിവസം ഒരിക്കൽ വന്ന് ഒരമ്മയാന്നുള്ള നിനക്ക് ഒരിക്കൽ വന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് പോകണം. ഒന്നും കൊടുക്കുകയും വേണ്ട, വാങ്ങുകയും വേണ്ട, ഒന്നും വേണ്ട. ഒരമ്മയാന്നുള്ളവർക്ക് ഒരിക്കൽ വന്ന് കാണുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടാകും. ഇത്രയധികം വയലൻ്റ് ആവാൻ പോലും ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു ധാരണ അമ്മക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാനല്ലേ ഉള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട്. അതില്ലാണ്ടാക്കാൻ എല്ലാവരും ഒരിക്കൽ ഇടയ്ക്കൊരിക്കൽ വരുവോ പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കതൊരു സന്തോഷവും ഒരു ആശ്വാസമല്ലേ. അത് ഇവിടെയുള്ളവർക്ക് അത് ചെയ്യേണ്ട ഒരു കൂട്ടവും കൂടിയില്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ പ്രശ്നം. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരാഴ്ചക്കൊന്നുമില്ലെങ്കിൽ ഒരാഴ്ചക്ക് ഒരു ദിവസം ഒരിക്കൽ വന്ന് നോക്കിയിട്ട് പോട്. ഈ നാട്ടിൽ തന്നെ വരുന്നുണ്ട് ഏട്ടൻ പാലെടുക്കാൻ വരുന്നുണ്ട്. അവിടെ റബ്ബർ പാലെടുക്കാൻ വരുന്നുണ്ട്. ആ പാലെടുക്കാൻ വന്ന സമയത്ത് രാവിലെ വന്ന് ഒരിക്കൽ അമ്മേനെ കണ്ടിട്ട് പോയിട്ട് ആ പാൽ കുടിച്ചിട്ടങ്ങ് പോയാൽ പോരെ. അത് നമുക്ക് അത് ചെയ്യില്ല, ആരും ചെയ്യില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും, നീ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുള്ള കുഴപ്പമായിരിക്കും. നീ എന്താ ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടാൽ പറയും, നീ എന്താ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞിട്ടുള്ള കുഴപ്പമില്ല. വീഡിയോ ഇടണം, എന്നിട്ട് തന്നെ ഞാൻ ഇടുന്നത്, എല്ലാവരും അറിയണം. എന്ന് വെച്ചാൽ ഇവരോട് ഞാൻ പറയേണ്ടത്, പൈസ വാങ്ങേണ്ടതിൽ എല്ലാവരും വാങ്ങിയിട്ട് പോയി. ഇനിയിപ്പോൾ അമ്മേൻ്റെ കയ്യിൽ നമുക്ക് പൈസയൊന്നും അമ്മേൻ്റെ കൈമേൽ ഒന്നുമില്ല. ഈ മാസം കിട്ടുന്ന പെൻഷൻ പൈസ മാത്രമേ ഉള്ളൂ. അവരോട് പറഞ്ഞു, നിങ്ങൾ പെൻഷനും എടുത്തോ, ഇത്തിരി മാലയുണ്ട് അത് കൊടുത്തോ, എല്ലാം എടുത്തോ, നിങ്ങൾ നോക്കാമെങ്കിൽ അത് നോക്കിക്കോ. അതിന് അവർക്ക് ആർക്കും അവർക്കൊന്നും വേണ്ട, അമ്മേനെ നോക്കാനാവില്ല. അതാണ് അവരവസ്ഥ. അതുകൊണ്ട് ഞാനിപ്പം പറയുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞു പൈസ ഉണ്ടല്ലോ, പൈസ ഇല്ലാത്ത ആളല്ലല്ലോ, പൈസയുണ്ട്. ഒരു മാസം അമ്മ പോയി നിന്നാലും അമ്മക്ക് ചിലവിനൊന്നും അവർ കൊടുക്കണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അതിനും അവർക്കാവില്ല. അതുകൊണ്ട് ഇപ്പം ഞാനിങ്ങനെയുള്ളൂ, ഞാൻ എൻ്റെ അവസ്ഥ ഇതാവുള്ളൂ. എനിക്കിപ്പോൾ ആസ്പത്രിയിൽ പോകാണ്ട് ഇപ്പം കഴിയില്ല. അമ്മേനിപ്പം ഒറ്റക്കെട്ടിട്ട് എങ്ങനെയാണ് പോകുക. എന്നിട്ട് ഞാൻ പറഞ്ഞാൽ പിന്നെ ഓളോട് ഇന്നലെ പറഞ്ഞാൽ പിന്നെ അമ്മയോട് ഒരാഴ്ച വന്ന് നോക്കി, ഞാൻ ആസ്പത്രിയിൽ പോയിട്ട് വരുന്നവരെ ഒരു ഹോം നേഴ്സിനാക്കിയിട്ട് ഒറ്റക്കാക്കിയിട്ട് പോകാൻ കഴിയും.
വലിയ വീട്ടിൽ അവർക്ക് പരിചയമില്ലാത്ത ഒരാൾക്ക് ഇതിലാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു നോക്കി. അതിനും ഒരാളില്ല. ഇപ്പോൾ എന്താ വേണ്ടതെന്നുള്ള ഒരു തീരുമാനം എനിക്കായിട്ടില്ല. എങ്ങനെയെങ്കിലും ഞാനൊരു ഹോം നേഴ്സിനെ കിട്ടുമെന്ന് നോക്കട്ടെ. എന്തായാലും എനിക്ക് ഈ ആഴ്ച കഴിയുമ്പോൾ എനിക്ക് എന്തായാലും ആശുപത്രി പോകാണ്ടിരിക്കാൻ കഴിയില്ല. ഈ ആഴ്ച വരെ നടക്കാനാവുന്നില്ല. അതാണില്ല. ഞാനിപ്പം ഒന്നും പണിയൊന്നും എടുക്കണ്ടെങ്കിൽ ഞാൻ കിടക്കുന്ന ഒരു മാസം ഞാൻ ഇവിടെ കിടക്കാം. ഞാൻ കിടന്നിട്ട് കാര്യമില്ലല്ലോ. അമ്മേനെ നോക്കണ്ടേ. നമുക്ക് ഇന്നലെ ഇപ്പം കുളിപ്പിച്ചിട്ടില്ല. ഇന്നലെ എനിക്ക് വെള്ളം എടുത്തിട്ട് കൊണ്ട് കൊടുക്കാൻ കഴിയായിട്ട് ഒന്നുമില്ല. ഒരാഴ്ചക്ക് ഒരു ദിവസം വന്ന് ഒരിക്കൽ കുളിപ്പിക്കുക, അമ്മേനെ കുളിപ്പിക്കുക, ആക്കുക എല്ലാം ചെയ്താൽ ഒന്നും വേണ്ടപ്പാ. ഒരിക്കൽ വന്ന് നോക്കിയിട്ട് അങ്ങ് പോയാൽ എനിക്കതൊരു ആശ്വാസമല്ലേ. എനിക്ക് സുഖമില്ലാത്തതല്ലേ. അങ്ങനെയുള്ള ഒരു കാര്യവും എൻ്റെ ആങ്ങളാറുകളോ ആരും ചെയ്യുന്നില്ല. അതാണ് ഇന്ത്യയിലെ സത്യാവസ്ഥ. അതുകൊണ്ട് എനിക്ക് അതിനൊന്നും പറയില്ല. രണ്ടാങ്ങളാർ മരിച്ചും പോയല്ലോ. പിന്നെ അവർക്ക് പിന്നെ ബന്ധമില്ലല്ലോ. അതാണല്ലോ കാണുന്നത് കാഴ്ചപ്പാട്. അവർക്ക് പിന്നെ ബന്ധമില്ല എന്നുള്ള കാഴ്ചപ്പാടാണ് കാണുന്നത്. അത് സാരമില്ല, അതിരിക്കട്ടെ, അതെല്ലാം പോട്ടെ. അവരെയൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഏട്ടന് ഇപ്പം ജീവനോടില്ല. ഏട്ടനൊന്നും ഇല്ലെങ്കിൽ വന്നിട്ട് മക്കൾ ഓളുകളിയും വരണ്ട. ഒരാഴ്ചക്ക് ഒരു ദിവസം വന്നിട്ട് ഒരു അമ്മേനെ കണ്ടിട്ട് ഒന്നുമില്ല, കണ്ടിട്ട് പോയിക്കൂടെ. ഒന്നും കൊടുക്കണ്ട. ഒന്നും കൊടുക്കാനും ഒന്നും പറയുന്നില്ല. അത്ര എനിക്ക് പറയില്ല. ഇങ്ങനെ എന്നെപ്പോലെ ഒരവസ്ഥ ആർക്കും ഉണ്ടാകും ഈ ലോകത്ത് എവിടെയെങ്കിലും. നിങ്ങൾ കണ്ടിട്ടുണ്ട് ആരെങ്കിലും? ഞാനൊരു മോളായിപ്പോയി. ഒരു പെണ്ണ് ഒരിക്കലും ഒരു അമ്മക്ക് ജനിക്കാൻ പാടില്ലെന്ന് പറയും. രണ്ട് മക്കളൊന്നും വേണം. എന്നാൽ ഒന്നുമില്ലെങ്കിൽ ഒരു കുഴങ്ങിപ്പോയാൽ ഒരാളൊന്നും സഹായിക്കാനുണ്ടാവുമല്ലോ. ഇതിപ്പോൾ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഉള്ളത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തിരിയുന്നില്ല. ഇനി ഉത്തരം പറയാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങളെ പോലെ ആൾ എന്തെങ്കിലും ഇതിനൊരു ഉത്തരം കാണാനുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയുന്നില്ല. നിങ്ങൾ കമൻ്റായിട്ടിട്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് എനിക്കത്രേ പറയാനുള്ളൂ. ഇതിപ്പം എൻ്റെ അവസ്ഥ ഇങ്ങനെയാവുള്ളൂ. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഞാനിപ്പോൾ ഈ കാലിൻ്റെ ഇനി ഓപ്പറേഷൻ ചെയ്താൽ ഇപ്പോൾ ഇനി ശരിയാവുമെന്ന് എനിക്ക് ഉറപ്പും പറയാൻ കഴിയില്ല. എന്താ വെച്ചാൽ ഇത്ര നാൾ മുട്ടിന് മാത്രമേ ഉള്ളൂ. അതിപ്പം കയറി മേലോട്ടെത്തി. നടുവിൻ്റെ ഇനിയിപ്പം നടുവേദന വരാൻ തുടങ്ങും ഇത് തുടങ്ങിയാൽ. അതാണ് ഇപ്പോൾ എനിക്ക് പേടി വെച്ചത്. ഇനിയിപ്പോൾ ഒരു മാസം ഇന്നും കഴിയാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മോളോട് ഞാൻ അങ്ങനെ നോക്കിയിട്ട് പോയിക്കോളൂ. ഇപ്പം പോക്ക് ജോലിക്കും പോകണം, പഠിക്കുകയും വേണം, പരീക്ഷ എഴുതണ്ടേ. അതുകൊണ്ട് മാത്രമേ. ഇല്ലെങ്കിൽ ഇവിടെ എന്നെ അങ്ങനെയോട് പറഞ്ഞാണ്. ഞാൻ ഇന്നലെ വിളിച്ചവരോട് നിങ്ങൾ എന്തോ ചെയ്തോ അന്നൊന്നും എനിക്ക് എങ്ങനെയായാലും ഒരു മാസത്തേക്ക് എന്തായാലും ആവില്ല. എന്നാൽ ഞാൻ പറഞ്ഞു ഒരു മാസത്തേക്ക് നിങ്ങൾ നോക്കുന്ന പറഞ്ഞവരോട്. അന്നേരമാണ് അവർക്ക് ആവില്ല എന്ന് പറഞ്ഞു. ആവില്ല എന്ന് പറഞ്ഞ അവസ്ഥക്ക് ഞാനിനി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇനി എന്താ വേണ്ടത് വെച്ചാൽ അതിൻ്റെ ബാക്കി വഴി ഞാൻ നോക്കിക്കോളാൻ കണക്കാക്കിയിട്ട് ഇനിയിപ്പോൾ ഒരു ഹോം നേഴ്സിന് ഇന്ന് എങ്ങനെയെങ്കിലും ഒരു ഹോം നേഴ്സിന് കിട്ടുമെന്ന് നോക്കട്ടെ. ഹോം നേഴ്സിന് കിട്ടിയിരുന്നെങ്കിൽ ഈ മാസം കഴിയുമ്പോൾ കൂട്ടിക്കൊണ്ടിട്ട് ഞാൻ ആശുപത്രിയിലേക്ക് പോകാൻ നോക്കലാന്ന്. എനിക്ക് ആവില്ല. ഇനി എൻ്റെ കാല് ഇത് കൂടുതൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പം എനിക്കെന്ന് വെച്ചാൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഓപ്പറേഷൻ ചെയ്താലും നടക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നാ ചെയ്യുക. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ പേടി വെച്ചും വേറൊന്നല്ല. രണ്ട് കാലിനുള്ള ഒരു കാലിൻ്റെ ഇനി മേലെ തുടയിലെടുത്ത് അരക്കെട്ടിൻ്റെ ആ ഭാഗം അടിങ്ങനെ മെലിഞ്ഞിട്ട് ഒരു കട്ടി കുറഞ്ഞ പോലെയുണ്ട്. ഇപ്പോഴത്തെ ഭാഗം സാധാരണ പോലെയുണ്ട് ഒരു കാലിൻ്റെ ഇപ്പം അങ്ങനെ ആയിട്ട്. അതുകൊണ്ട് അന്നാണ് എനിക്ക് പേടി തുടങ്ങിയത്. എന്നിട്ട് ഞാൻ മിഞ്ഞാന്ന് ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും ചെയ്തിന്. ഇനിയിപ്പം ഡോക്ടറോട് പോയി ചോദിക്കണം എന്ന് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇപ്പം ഞാൻ പച്ചക്കറിക്ക് വെള്ളം വരെ നനക്കില്ല. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. അതിനെക്കൊണ്ട് ഇപ്പം പച്ചക്കറിയെല്ലാം ഇപ്പം പുതുതായി നട്ടതുമുണ്ട്. അതുമല്ല എങ്ങനെയല്ലോ ആയിന്. ഇനിയിപ്പം നട്ടത് പോകുന്ന പോട്ട് എനിക്ക് പച്ചക്കറിയല്ല വലുത്, എനിക്ക് എൻ്റെ തടിയല്ലേ വലുത്. അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ പച്ചക്കറി അവനവൻ്റെ ആവശ്യത്തിന് ഇപ്പം ഇടയ്ക്ക് ഇരിക്കാനോ കിട്ടുന്നത് നമ്മൾ നട്ടിട്ട് തന്നെയാണ്, മുറ്റത്ത് നട്ടിട്ട് തന്നെയാണ്. എന്നാൽ എനിക്ക് വെറുതെ ഇരിക്കാൻ എനിക്കാവുകയില്ല. ഇത് കാണുമ്പോൾ ഒരു സങ്കടം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് അറിയില്ല. എനിക്ക് നിങ്ങളോട് ഒന്ന് പറയണം എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ എൻ്റെ അവസ്ഥ അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതാണ് എൻ്റെ അവസ്ഥ. അമ്മയാണെങ്കിൽ ഞാൻ പോവില്ല. ഞാൻ പറഞ്ഞ പിന്നെ അമ്മ തൽക്കാലം 2 മാസം അമ്മേനെ എവിടെയും കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ എവിടെയും പോവില്ല, ഞാൻ ഇവിടെ കിടന്നോളൂ. ഇതാ പറയുന്ന വർത്തമാനം. സ്വഭാവത്തിലല്ലെങ്കിലും പറയുന്ന വർത്തമാനം ഇത് തന്നെയാണ്. സ്വബോധമില്ല. എല്ലാ സമയത്തൊന്നും സ്വബോധം ഇല്ലാതെ തന്നെയാണ്. സ്വബോധമൊന്നുമില്ല. എന്തെല്ലോ പറയുന്നു, എന്തെല്ലോ കളിക്കുന്നു, എന്തെല്ലോ കാണിക്കുന്നു എന്നല്ലാതെ വേറെ അങ്ങനെ ഒരു ഇപ്പം ചായ കുടിച്ചില്ല. ചായ കുടി കഴിഞ്ഞാൽ അപ്പാട് തുടങ്ങും കട്ടിലിന് കൈ ഇട്ട് തല്ലും, കാലിട്ട് തല്ലും, കട്ടിൽ കിടക്കൊക്കെ എല്ലാം കൈയിട്ടും കൈയും കാലിട്ടിട്ട് അടിക്കും. എന്ന് പറയണ്ട, നമ്മളൊന്നും വിളിച്ചിട്ട് ഉരിയാട്ടിട്ട് അതിനും കുറേ ചീത്ത പറയും. അങ്ങനെയെല്ലാം ചെയ്യുന്ന അവസ്ഥയിലാണ്. സ്വബോധത്തിലല്ല എന്നുള്ള കാര്യം ഉറപ്പന്നെ, അതെനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെയാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്താ വേണ്ടത്, ഞാൻ ഇങ്ങനെയാണ് ഉള്ളത്. എൻ്റെ ഒരു വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് പറഞ്ഞതിന് കൂട്ടവും കൂടിയും കുഴപ്പം പല ആളും എനിക്ക് വരും, എൻ്റെ ബന്ധുക്കൾ തന്നെ. അതിന് വന്നതിന് എനിക്ക് പേടിയൊന്നുമില്ല. അതിന് ഞാൻ പറയാം, നേരിട്ട് എല്ലാവരോടും ഞാൻ പറഞ്ഞു. ഞാനിട്ടാണ് ഞാൻ എല്ലാവരും അറിയിക്കും. ഞാനിത് എന്നുവെച്ചാൽ ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഒരാളോടും പറഞ്ഞിട്ടില്ല. ഒരു സഹായത്തിന് ഒന്നും വേണ്ട. ഞാൻ സ്ഥിരമായിട്ട് നോക്കാനോ ഒന്നും ഞാൻ പറയുന്നില്ല ആരോടും. എനിക്ക് സുഖമില്ലാണ് ഞാനിവിടെ കിടന്ന് അന്നേയും നോക്കി അമ്മേനെയും നോക്കാൻ ആളുണ്ടാവുമോ നിങ്ങൾ പറ. അത് അവർ ചിന്തിക്കുന്നില്ല. ഒരു സമയം ഒന്നുമില്ലെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ സഹായിച്ചു കൊടുക്കുക, ഒരാഴ്ച ഒന്നുമില്ലെങ്കിൽ ഇവിടെ വന്നിട്ടെങ്കിൽ നിന്നിട്ട് ഒരാഴ്ച നമ്മൾ സഹായിച്ചു കൊടുക്കുക എന്ന് വിചാരിക്കണ്ടേ.
അമ്മ ഇപ്പം പോയി കഴിഞ്ഞാൽ ആടെ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാം. അമ്മ ഇപ്പം എല്ലാവരും മുമ്പേറ്റ അമ്മയല്ലല്ലോ, നമുക്ക് എല്ലാം വൃത്തികേടും കാര്യങ്ങളിലുള്ളതല്ലേ. അന്നേരം പിന്നെ അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടായിരിക്കും കുറേ അധികം. അതുകൊണ്ട് അതിന് ആക്കണ്ട. അതുകൊണ്ടാണ് ഞാനിപ്പം ഇത് പറയുന്നത്. അതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഇതൊന്ന് നിങ്ങളോട് പറയണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഇത് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഞാൻ അതുകൊണ്ട് ഇങ്ങനെയാണ് എൻ്റെ അമ്മേനെ ഞാൻ നോക്കിക്കോളും, ഞാൻ മരിക്കുന്നവരെ ഞാൻ നോക്കിക്കോളും. എനിക്ക് തൂക്കേടൊന്നുമില്ലെങ്കിൽ ഞാൻ ആരില്ലെങ്കിൽ ഞാൻ നോക്കും, ആര് നോക്കിയില്ലെങ്കിൽ ഞാൻ നോക്കും. പക്ഷെ എൻ്റെ ഈ കാലിൻ്റെ ഈ അവസ്ഥയാണ് ഇപ്പം സഹിക്കാൻ പറ്റാതെ. ഇല്ലെങ്കിൽ അതൊന്നും പറ്റിയില്ല ഇപ്പം അമ്മേനെ നോക്കാൻ ഇവർ ആരെ വയ്യ ഞാൻ പോവില്ല. പക്ഷെ അത് പറഞ്ഞാലും അവർക്കത് മനസ്സിലാകുന്നില്ല. ഞാനിങ്ങനെ ആയിപ്പോയെന്ന്. അത് പെട്ടുപോയാൽ നമ്മളെന്താ ചെയ്യുക? ഇനി തീരെ ഞാനും കൂടി വീണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നേയും നോക്കണം അമ്മേനെയും നോക്കണം, രണ്ടാളെയും നോക്കണ്ടേ? അതാരാ ചെയ്യുക? എന്നല്ല ഞാനിങ്ങനെ പറഞ്ഞു എന്നിട്ടും അവർക്ക് അങ്ങനെ ഒരു കുലുക്കമില്ല. അതുകൊണ്ട് ഞാനിതിപ്പം നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ടിടുന്ന എല്ലാവരും മനസ്സിലാക്കട്ടെ. എല്ലാവരും ഇങ്ങനെയാണ്. ഭാവിയിൽ അമ്മമാരെ നോക്കാനൊന്നും ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അവനവൻ്റെ കാര്യം അവനവൻ നോക്കി നിർത്തണം എന്നുള്ളത്. ഞാനൊന്നും എൻ്റെ കാര്യമൊന്നും ഒരു കാര്യവും ഞാൻ എന്നെ നോക്കിയിട്ടില്ല ഇതേവരെ. എനിക്ക് പണിയെടുക്കണം, ജീവിക്കണം എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് ചിന്തയുണ്ടായിട്ടില്ല. എനിക്ക് സമ്പാദിച്ച് വെക്കണം എന്ന് അങ്ങനെ. ഇപ്പം നോക്കുമ്പോൾ വിചാരിക്കും കുറച്ച് പൈസയെല്ലാം സമ്പാദിച്ച് വെക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഒരു ഹോം നേഴ്സിന് ആക്കാനും നമ്മളെ കൈമേലുണ്ടെങ്കിൽ ആക്കാൻ കഴിയില്ലേ? ഇപ്പോൾ അതില്ലാണ്ട അവസ്ഥയിലായില്ലേ? അതാണ് എൻ്റെ അവസ്ഥ. എങ്ങനെയായാലും വേണ്ട 2-3 മാസത്തേക്ക് എന്തായാലും ഒരു ഹോം നേഴ്സിന് വെക്കാമെന്ന് ഞാൻ കണക്കാക്കുന്നത്. ആ ഹോം നേഴ്സിനെ ആക്കിയിട്ട് എന്ത് വന്നാലും വേണ്ടില്ല അതൊന്നും ചെയ്യാമെന്ന് കണക്കാക്കില്ല. എനിക്കിപ്പോൾ എന്തായാലും എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പോകാണ്ട് പറ്റില്ല. ഇത്ര പേര് ഞാൻ വെച്ച് ഹോം നേഴ്സിനെ ആക്കണ്ടെന്ന് വെച്ചാൽ. ഇപ്പോൾ ഒറ്റയ്ക്ക് ഞാനിപ്പോൾ ആസ്പത്രിയിൽ പോകുന്ന സമയത്ത് എനിക്കും കൂടി ആൾ വേണം, അതിനും കൂടി ഒരാളെ ആക്കണം. അതാണ് എൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അത്രയും എനിക്ക് പറയാനുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ വീഡിയോ ഇടാതെ 2-3-4 ദിവസമായി. അതാ വെച്ചാൽ എനിക്ക് കഴിയുന്നില്ല, വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിയുന്നില്ല. ഞാൻ ഷോർട്ട് മാത്രമാണ് എടുത്തിട്ടിരുന്നത്. എനിക്ക് പോയി എടുക്കണ്ടെങ്കിലും കീഞ്ഞ് നടന്നിട്ട് പോകാൻ പറ്റണ്ടേ? മുറ്റത്ത് പോയിട്ട് എന്തെങ്കിലും പച്ചക്കറിക്കോ എന്തെങ്കിലും മരുന്ന് വളം ഇട്ട് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നതിൽ ഇട്ട് കൊടുക്കണ്ടേ? അങ്ങനെയൊന്നും ചെയ്യാമെന്ന് വെച്ചാൽ എനിക്കിപ്പം ചെയ്യാൻ പറ്റുന്നില്ല. ഇനി എന്തായാലും ആസ്പത്രിയിൽ പോയി വന്നു കഴിഞ്ഞിട്ട് ആകുമ്പം നമുക്ക് ഉഷാറായിട്ട് പച്ചക്കറിയും കൃഷിയെല്ലാം ചെയ്യുക. എന്നിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത്രയും എനിക്ക് പറഞ്ഞോളൂ. മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉഷാറായിട്ട് നമുക്ക് പച്ചക്കറി കൃഷിയും എല്ലാം ചെയ്യുക. അതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.